ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. തലേന്ന് ഞാൻ കുറച്ച് ദിവസങ്ങൾ എടുത്തിട്ട് കുറച്ച് വറകും ഓലക്കൊടിയും ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുപ്പൊക്കെ ഒന്ന് തീയൂട്ടിയെടുക്കാൻ. നമ്മളിവിടെ വന്നതിന് ശേഷം ഈ ഒരു അടുപ്പ് തീയൂട്ടിയിട്ടില്ല. കാരണം ഗ്യാസും കറണ്ടടുപ്പും ഉണ്ടായതുകൊണ്ട് അതിമന്നാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വറകൊക്കെ ഉണ്ടാക്കിയെടുത്താലേ ഇവിടുത്തെ അടുപ്പൊന്ന് തീയൂട്ടിയെടുക്കാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ അത് ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ആദ്യമുള്ള വെണ്ണൂറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അതൊക്കെ ഒന്ന് ക്ലീനാക്കി ഈ ഒരു അടുപ്പിൻ്റെ മീതനൊക്കെ നല്ല പോലെ തുടച്ചിട്ടതിന് ശേഷമാണ് ഞാൻ നല്ല പോലെ തന്നെ തീ കത്തിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. ദോശ നമുക്ക് ഇതിലുണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഞാൻ ദോശൻ്റെ പാനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ചട്ടി നല്ലപോലെ ചൂടായപ്പം നമ്മൾ ആദ്യം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് പിന്നെ ഓരോ ബാറ്ററായിട്ട് ദോശമാവ് ഒഴിച്ചിട്ട് ദോശ ചുട്ടെടുക്കുകയാണ് കേട്ടോ. അടുപ്പിലൊക്കെ ആകുമ്പോൾ ദോശ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. നല്ലപോലെ തീ കത്തുന്ന അടുപ്പാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അടുപ്പിലാണ് ആദ്യമായിട്ട് ഇവിടെ ദോശ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ആദ്യത്തെ ബാറ്റർ ദോശ റെഡി ആയിട്ടുണ്ട്. പിന്നെ അടുത്ത ബാറ്ററും കൂടിയും ഒഴിച്ചിട്ട് അങ്ങനെ നമ്മൾ ബാക്കിയുള്ള പണിയും എല്ലാം കൂടിയും മാനേജ് ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്തു പോവാണ്. പിന്നെ ചെറുതായിട്ട് നമ്മൾ ആദ്യമായിട്ട് കത്തിക്കുന്നതുകൊണ്ട് തന്നെ ചെറുതായിട്ട് കെട്ടു പോകുന്നുണ്ട്. എന്നാലും നല്ലപോലെ കത്തുന്നുണ്ട്. നല്ല ചൂടുള്ള തീ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതാ അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട് ചോറൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു മൺകുടം ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിന്ന് മൺചട്ടിയൊക്കെ വാങ്ങി വന്നതിന് ശേഷമാണ് കേട്ടോ ബാക്കി പരിപാടി നോക്കുന്നത്. അപ്പോൾ ആ ഒരു മൺകുടം ഒന്ന് മയക്കിയെടുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം ഉച്ചയത്തെ കറി റെഡിയാക്കി എടുക്കാമെന്നുള്ളത് കേട്ടോ. ചെറിയൊരു മൺചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും വലിയ സവാള ഉണ്ടല്ലോ അത് ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങും കുറച്ച് എന്താ പറയുക ഒരു 2 പച്ചമുളക് ചീന്തിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഒരുമിച്ച് അങ്ങോട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിപ്പൊടി പിന്നെ ഇതിലേക്ക് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പെരുജീരകത്തിൻ്റെ പൊടിയും ചേർത്തിട്ട് കുറച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ആ ഒരു പച്ചമണമൊക്കെ മാറുമ്പം കുറച്ച് വെള്ളം ഞാൻ അപ്പുറത്ത് ചൂട്ടടുപ്പത്ത് ചെറുതായിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ കാഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഈ മൺചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് അടച്ച് വെച്ചിട്ട് അവിടെ നിന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കുറച്ച് സവാളയും പിന്നെ ഒരു ബീട്രൂട്ട് ഉണ്ടായിരുന്നു. അതും കൂടി ഒന്ന് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ബീട്രൂട്ട് നല്ലപോലെ ഗ്രേറ്റ് ചെയ്തിട്ടതിന് ശേഷം അതിലേക്കൊരു പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ ഉപ്പേരി ഗ്യാസ്മേലാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. കറി അവിടെ നിന്ന് റെഡി ആവുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ തേങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളം മക്കൾക്ക് കുടിക്കാൻ കൊടുത്തേ. അത് കഴിഞ്ഞ് തേങ്ങ ഒന്ന് ചിരകി എടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ ഈസി ആയിട്ട് എളുപ്പത്തിന് ഇതാ മിക്സിയിലാണ് കേട്ടോ തേങ്ങ ചിരകി എടുക്കാറുള്ളത്. അങ്ങനെ കുറച്ച് തേങ്ങ മാത്രം എടുത്ത് ഒന്ന് തേങ്ങ അരച്ച് പാരാൻ വിചാരിച്ചു കേട്ടോ കറിയിലേക്ക്. ബാക്കിയുള്ള തേങ്ങ നമ്മൾ ബാക്കിയുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് മാറ്റിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യുന്നത്. നാടൻ രീതിയിൽ നമ്മൾ പണ്ടേക്ക് ഉണ്ടാക്കിയിരുന്ന ഒരു അവിൽ മിൽക്ക് ഉണ്ടല്ലോ, കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അവിലും ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് റോബസ്റ്റ് പായാണ്. നമ്മുടെ അല്ലാത്ത ചെറുപായാണെങ്കിൽ അതാണ് കേട്ടോ ബെസ്റ്റ്. അപ്പോൾ റോബസ്റ്റ് ഉണ്ടായപ്പം അതാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു 2 റോബസ്റ്റ് പായ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ വെള്ളത്തിന് ദാഹം ഉണ്ടാവില്ല. അപ്പോൾ ദാഹത്തിന് നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ പണ്ടത്തെ ആവിൽ മിൽക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മിക്സിയിലൊന്നും അടിക്കാതെ ഇതുപോലെ നല്ലപോലെ ഉടച്ചെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് കുടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ ടേസ്റ്റും ആ ഒരു സമാധാനവും സുഖമൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നല്ലൊരു അടിപൊളി അവിൽ വെള്ളം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അവിലും വെള്ളം എന്ന് പറയും. അങ്ങനെ അവിലും വെള്ളം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിലും വെള്ളം. അതുമല്ല നല്ല പോലെ എന്താ പറയുക ദാഹം മാറ്റാൻ വേണ്ടിയിട്ട് പറ്റിയൊരു ഡ്രിങ്കാണല്ലോ. അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഉച്ചയ്ക്കുള്ള ഉപ്പേരി റെഡിയാക്കി എടുക്കുന്നത്. പാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അത് ചൂടായപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം അതാ തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ബീട്രൂട്ട് ഉപ്പേരിയാണ് കേട്ടോ. അതെല്ലാം ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതാ അവിടെ നിന്ന് കുക്കായിക്കോളെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ അതവിടുന്ന് റെഡി ആവുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ നേരത്തെ തേങ്ങ അരച്ച് പാർന്നിട്ടുള്ള കറി എന്തായി നോക്കിയപ്പം നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇറക്കി വെച്ചാൽ മതി. കാരണം നമ്മൾ ആദ്യം തന്നെ വെളിച്ചെണ്ണയിൽ ഒന്ന് വറവിട്ടെടുത്തതാണല്ലോ. ഇനിയിപ്പോൾ ഇതിൻ്റെ വറവിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ.
ഇങ്ങനെ ഉരുളക്കിഴങ്ങൊക്കെ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കറി നല്ല ടേസ്റ്റാണ് കേട്ടോ, ചോറിനൊക്കെ കഴിക്കാൻ. അതുപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിക്കോ അല്ലെങ്കിൽ വേറെ എന്തിനായാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ വേഗം തന്നെ അടുപ്പത്ത് നിന്ന് അതങ്ങോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പുതുതായിട്ട് വാങ്ങിയിട്ടുള്ള മൺചട്ടി ഒന്ന് വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ചങ്ങാണ്ട് വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ കഞ്ഞിവെള്ളം വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. കഞ്ഞിവെള്ളം വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാനാണ്. കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയാണ് നമ്മൾ ക്ലീനിങ്ങിലോട്ട് നിൽക്കുന്നത്. കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേക്ക് വെക്കാൻ വേണ്ടിയിട്ട്, അതെല്ലാം കേക്ക് വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അടുപ്പിൻ്റെ മീതനൊക്കെ ഒന്ന് നല്ലപോലെ വൃത്തിയായിട്ട് തുടച്ചിടുന്നുണ്ട് കേട്ടോ. എല്ലാ പണിയും കഴിഞ്ഞ് നല്ലപോലെ തുടച്ചിട്ട് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അത് നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു മാതിരി ഒരു മനസ്സിന് ഒരു നല്ലൊരു ഇതാണല്ലോ. അങ്ങനെ ഞാൻ മീതനൊക്കെ തുടച്ച് കഴിഞ്ഞു. പിന്നെ ഇതാ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മളിതാ കൗണ്ടർ ടോപ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെയും കൂടി നല്ലപോലെ ഒന്ന് വൃത്തിയായിട്ട് നല്ലപോലെ തന്നെ തുടച്ചെടുത്താൽ അവിടെയും ക്ലീൻ ആയി കിട്ടും കേട്ടോ. ഇനി ബാക്കിയുള്ള 2-3 പാത്രങ്ങൾ കൂടി ഉണ്ടായിരുന്നുള്ളൂ, അതും കൂടി ഒന്ന് ക്ലീനാക്കി. പിന്നെ എന്താ നമ്മൾ കുറച്ച് നമ്മുടെ അകത്തുള്ള കുറച്ച് വേസ്റ്റും കാര്യങ്ങളും അതൊക്കെ നമ്മൾ ഒഴിവാക്കി കേട്ടോ. അങ്ങനെ ഇതുപോലെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കൊരു ഹാമ്പർ വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ, അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ചെറുതായിട്ടൊക്കെ ഞാൻ ഹാമ്പർ വർക്ക് ചെയ്ത് നോക്കി പഠിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അവർക്ക് കൊടുക്കാനുണ്ടായിരുന്നത് വാച്ചും ബാഗും ആയിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ചോക്ലേറ്റും കൂടി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം വെച്ചങ്ങാണ്ട് ഹാമ്പറിൽ സെറ്റാക്കി. പിന്നെ നമ്മൾ പോയിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാത്രിയാണ് നമ്മളിത് ഡെലിവറി ചെയ്യാൻ പോകുന്നത്. എൻ്റെ കസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവളെ ഹസ്ബൻഡ് തന്നതായിരുന്നു കേട്ടോ. അങ്ങനെ മക്കളെയൊക്കെ കൂട്ടിയിട്ട് ചെറിയാണെങ്കിൽ കടയിൽ നിന്ന് വരുന്ന ആ ഒരു ടൈമിലാണ് നമ്മൾ മാറ്റി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രാത്രിയാണ് നമ്മളൊരു 9:30 ആയപ്പോഴാണ് കൊണ്ടുകൊടുക്കാൻ പോയത്. അങ്ങനെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നേ. കസിൻ്റെ ഹസ്ബൻഡ് സർപ്രൈസ് ആക്കാൻ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ അവൾക്ക് പൊയമീൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പൊയമീൻ എനിക്ക് വേണമെന്ന് ചോദിച്ചിട്ട് കൊണ്ടുകൊടുക്കാൻ പോയതായിരുന്നു കേട്ടോ. അത് കൊടുക്കുന്ന ടൈമിലാണ് നമ്മൾ സർപ്രൈസും കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും അവൾ സർപ്രൈസ് ആയിട്ടുണ്ട്. അങ്ങനെ നേരെ നമ്മൾ അവിടുന്ന് പോന്നിട്ട് എടശ്ശേരിക്കടവുള്ള ഒരു ഫുഡ് സ്പോട്ടിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട ജ്യൂസും സ്നാക്സും ഒക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോകുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.